ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോനു വിജ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു 4 to 6 ഇയേഴ്സ് വരെ പറ്റിയ സൈസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊരല്പം സ്റ്റിഫായിട്ടുള്ള സാരിയാണ്. കുട്ടികൾക്കധികം കംഫർട്ടല്ല, പിന്നെ ലൈനിങ് കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് യോക്ക് പാർട്ടിൽ ബ്ലാക്കും സ്കേർട്ട് പോർഷനിൽ വരുമ്പോഴത്തേക്കും വൈറ്റ് ക്ലോത്തുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സിലേക്ക് കടക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 11 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഹാഫ് താഴെയും ഹാഫ് മുകളിലായിട്ട് അടിച്ചു പോകും. ബാക്കി 10 കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 5, ആം ഹോളും 5 തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൊച്ചിന് വേണ്ടി തയ്ക്കുന്നത് പറഞ്ഞാൽ 3 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് 3ഉം ഒരേ അളവ് തന്നെയാണ്. പിന്നെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ചെസ്റ്റ് വന്നിട്ട് 6+ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് 11, 10+ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വിട്ട് വരുന്നത് 5.5+ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 4 എടുത്തിരിക്കുന്നത്. അത് രണ്ട് ബാക്കും ഫ്രണ്ടും സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആം ഹോള് ഇതുപോലെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഇത് വേസ്റ്റ് ഭാഗത്ത് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മതി മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തയ്യൽ ക്ലാസ് പോലെയൊന്നും എടുക്കുന്നതല്ല. ഞാൻ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇതേ സെയിം അളവിൽ സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പം ശരിയാവണമെന്നില്ല. കുട്ടികളുടെ സൈസ് ആയതുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ വണ്ണമായിരിക്കത്തില്ല. ചില കുഞ്ഞുങ്ങൾ പൊക്കം കാണും, ചില പിള്ളേർ വണ്ണം കാണും. അപ്പം നമ്മളത് കുട്ടികളുടെ ഏതെങ്കിലും ഒരു അളവെടുത്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്ത് ഞാനിവിടെ മെയിൻ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത ലൈനിങ് വെച്ച് അതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പ് പാർട്ട് കട്ടിങ് കഴിഞ്ഞു. ലൈനിങ്ങിൻ്റെ കട്ടിങ്, മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിലേക്കുള്ളത് നോക്കാം. സ്കേർട്ട് പോർഷനിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 25. അതിൽ നമ്മൾ 10 നമ്മൾ യോക്ക് പാർട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 15 വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് 16 എടുത്തിട്ട് 15 അരയോ 16 എടുക്കാം. നിങ്ങൾക്ക് അടിവശം മടക്കി അടിക്കാനുണ്ടെങ്കിൽ അതനുസരിച്ച് ലെങ്ത് എടുക്കേണ്ടതാണ്. വിഡ്ത്ത് വന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഒരു 3 ഇരട്ടിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൈ നമ്മൾ വയ്ക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കഴുത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 ബാക്കും ഫ്രണ്ടും ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഇതിൽ ബാക്കിലൊരു ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗം നോക്കിയിട്ട് 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്ലീറ്റ് ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വശത്തേക്ക് ഇതിൻ്റെ പ്ലീറ്റ് ഇടുന്ന ക്ലോത്തും കൂടെ വെച്ച ശേഷം സ്റ്റിച്ച് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതി അനുസരിച്ചുള്ള പ്ലീറ്റ് വീതി വേണമെങ്കിൽ വീതി ഇടാം. അതല്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ നമ്മുടെ യോക്ക് പാർട്ടിൽ കണക്കിനായിരിക്കണം നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം 2 ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞു. പ്ലീറ്റൊക്കെ കണ്ട ഇതുപോലെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലത്തേക്ക് 2 കുഞ്ഞ് സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഒരു 4.5 5 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് 2.5 ഇഞ്ച് വീതിയിൽ. അത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്കിൽ കെട്ട് വയ്ക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.
അപ്പോൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫ്രോക്കൊക്കെ തമ്പുരു ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.